ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ചെമ്പനീർ പൂവിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിൽ കാണിക്കാൻ പോകുന്നത് ശ്രുതിയെ എല്ലാവരും ചുറ്റും കൂടി നിന്ന് വിളിക്കുന്നു. ശ്രുതി വളരെ ദേഷ്യത്തിൽ എണീക്ക് ശ്രുതി അമ്മ വന്ന് വിളിക്കുന്നത് കേട്ടിട്ട് ദേഷ്യത്തോടെ പറയുന്നു. അപ്പോൾ അമ്മ ശ്രുതിയെ ശാസിച്ചിട്ട് പറയുന്നു, അവൻ എണീക്ക്, നീ എന്താ കാണിക്കുന്നത് ശ്രുതി എന്ന് പറഞ്ഞിട്ട് അമ്മ വളരെ സ്നേഹത്തോടെ മോനെ കുട്ട എന്ന് പറഞ്ഞ് വിളിച്ച് ശ്രുതിയെ എണീപ്പിക്കാൻ ശ്രമിക്കുന്നു. അപ്പോൾ അച്ഛനടുത്ത് നിന്ന് കളിക്കുന്നു. പിന്നെ മോനെ കുട്ട എന്ന് പറയുന്നു. അത് കേട്ടുകൊണ്ട് താഴെ നിന്ന് സ്റ്റെപ്പ് കയറി വരുന്ന സച്ചി അമ്മ രേവതിയോട് പറയുന്നു, രേവതി പോയി കാപ്പി എടുത്തുണ്ടോ? അപ്പോൾ അച്ഛൻ ചോദിക്കുന്നു, എന്തിനാ കാപ്പി? അവനാദ്യം എണീപ്പിച്ച് പല്ല് തേപ്പിക്കാൻ നോക്ക്, അതിന് ശേഷമല്ലേ കാപ്പിയുടെ ആവശ്യം. അപ്പോൾ സച്ചി വന്നിട്ട് ചോദിക്കുന്നു, എന്താ ഇവിടെ എല്ലാവരും കൂടെ? അപ്പോൾ രേവതി പറയുന്നു, നിങ്ങളെ ഏട്ടൻ ഇതുവരെയും എണീക്കുന്നില്ല, എല്ലാവരും വിളിച്ചിട്ടും എണീക്കുന്നില്ല എന്ന് പറയുന്നു. സച്ചി ചോദിക്കുന്നു, ഇതെന്താ അച്ഛാ, ശ്രുതി LKG പഠിക്കുകയാണോ? അപ്പോൾ അച്ഛൻ പറയുന്നു, ഇത് തന്നെ ഞാനും കുറേ നേരമായിട്ട് പറയുന്നത്, അങ്ങനെയാണ് ഇവനെ വിളിക്കാൻ നോക്കുന്നത്. അപ്പോൾ സച്ചി പറയുന്നു, ഇന്നിപ്പോൾ രണ്ടാമത്തെ ദിവസമായിട്ട് കട തുറന്നില്ലെങ്കിൽ കട പൂട്ടി കിടക്കുന്നത് കാണുമ്പോൾ ആളുകൾ പറയും കടയിൽ കച്ചവടം ഇല്ലാത്തതുകൊണ്ട് പൂട്ടിയെന്ന് പറയും. അമ്മ വീണ്ടും ശ്രുതിയെ വിളിക്കാൻ ശ്രമിക്കുന്നു. വർഷ പറയുന്നു, ഇതെന്താ LKG കുട്ടികളെ പോലെ കിടന്നുറങ്ങുന്നതെന്ന് പറയുന്നു. അപ്പോൾ ശ്രുതി പറയുന്നു, ക്ഷീണം കാരണം ഉറങ്ങും, ടയേർഡായാലും ഉറങ്ങും. അപ്പോൾ ശ്രീകാന്ത് പറയുന്നു, ഇതിപ്പോൾ ഒരു ദിവസം ജോലിയും ഒരാഴ്ച വിശ്രമവും, അതായിരിക്കും ശ്രുതിയേട്ടൻ്റെ പ്ലാൻ. അപ്പോൾ വർഷ പറയുന്നു, ക്ഷീണം കാരണം ഉറങ്ങണമെങ്കിൽ ഇവിടെ ഏറ്റവും കൂടുതൽ ഉറങ്ങേണ്ടത് രേവതി ചേച്ചിയാണ്. പക്ഷേ രേവതി ചേച്ചി ഇങ്ങനെ ഉറങ്ങുന്നില്ല, വീട്ടിലെ ജോലിയും പൂക്കടയിലെ ജോലിയും എല്ലാം ചെയ്യുന്നുണ്ടല്ലോ രേവതി ചേച്ചിക്ക് എന്നിട്ട് ഉറക്കം വരുന്നോ എന്ന് വർഷ ചോദിക്കുന്നു. അപ്പോൾ രേവതി പറയുന്നു, അങ്ങനെയൊന്നും ഉറങ്ങാൻ പറ്റില്ല, കാരണം നമുക്ക് ചെയ്യാൻ ഒരുപാട് ജോലിയുള്ളപ്പോൾ എങ്ങനെയാണ് സുഖമായിട്ട് കിടന്നുറങ്ങാൻ പറ്റുന്നത്? ഉത്തരവാദിത്തമില്ലാത്തവരാണ് ഇങ്ങനെ കിടന്നുറങ്ങുന്നതെന്ന് രേവതി പറയുന്നു. ഇതിനിടയിൽ സച്ചി ശരിയാക്കി തരാമെന്ന് താഴേക്ക് ഇറങ്ങി പോകുന്നു. അപ്പോൾ രേവതിയും ഒപ്പം പോകുന്നു. രേവതി ചോദിക്കുന്നു, നിങ്ങൾ എന്താ കാണിക്കാൻ പോകുന്നതെന്ന് പറയുന്നു. അപ്പോൾ സച്ചി പറയുന്നു, നീ ജലധാര എന്ന് കേട്ടിട്ടുണ്ടോ? അതാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ജലധാരയോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ സച്ചി പറയുന്നു, വന്ന് കാണുമെന്ന് പറയുന്നു. അപ്പോൾ അച്ഛൻ ഡോക്ടറെ വിളിക്കാൻ ഇവനിങ്ങനെ കിടന്നാൽ ഉറങ്ങിയാൽ ശരിയാവില്ല, ഡോക്ടറെ വിളിക്കാൻ വന്ന് പുറത്ത് പോകാനായി പോകുമ്പോൾ സച്ചി പറയുന്നു, അച്ഛാ ഡോക്ടറെ ഒന്നും വിളിക്കണ്ട, ഞാനിപ്പോൾ ശരിയാക്കി തരാമെന്ന് പറഞ്ഞിട്ട് ശ്രുതിയുടെ തലയിലേക്ക് വെള്ളം ഒഴിക്കുന്നു. ശ്രുതി ഞെട്ടി എണീച്ച്, അയ്യോ അമ്മയെ രക്ഷിക്കമ്മേ, ഞാൻ കുളത്തിൽ വീണമ്മേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിച്ചുമ്പേയും പറഞ്ഞ് എണീക്കുന്നു. അപ്പോൾ ശ്രുതി ചോദിക്കുന്നു, എന്ത് ദ്രോഹമാണ് അമ്മേ ഇവൻ കാണിക്കുന്നതെന്ന് ചോദിക്കുന്നു. അപ്പോൾ അമ്മ ചോദിക്കുന്നു, എടാ കിടന്നുറങ്ങുന്നവരുടെ പുറത്താണ് വെള്ളം ഒഴിക്കുന്നതെന്ന് ചോദിക്കുന്നു. അപ്പോൾ സച്ചി തിരിച്ച് ചോദിക്കുന്നു, പിന്നെ നടന്നു പോകുന്നവരെ പുറത്താണ് വെള്ളം ഒഴിക്കുന്നതെന്ന് ചോദിക്കുന്നു. അപ്പോൾ നീ എന്തിനാടാ എൻ്റെ പുറത്ത് വെള്ളം ഒഴിച്ചെന്ന് ശ്രുതി സച്ചിയോട് ചോദിക്കുന്നു. അപ്പോൾ സച്ചി പറയുന്നു, നീ 50 ലക്ഷം രൂപ അച്ഛന് കൊടുക്കാനുള്ള പൈസ അത് കൊടുത്തിട്ട് നീ ജീവിതകാലം മുഴുവൻ കിടന്നുറങ്ങിക്കോ, അതുവരെ നീ ഡെയിലി ഷോപ്പ് തുറന്ന് ജോലി ചെയ്ത് അച്ഛൻ്റെ പൈസ കൊടുത്താലേ പറ്റൂ, അതുവരെ ഞാൻ നിന്നെ ഇങ്ങനെ വെള്ളം ഒഴിച്ച് വിളിച്ചുണർത്തിക്കൊണ്ടേയിരിക്കും, നീ എന്നും കൃത്യമായി ജോലിക്ക് പോയാലേ പറ്റൂ എന്ന് സച്ചി പറഞ്ഞിട്ട് ദേഷ്യത്തോടെ പറഞ്ഞിട്ട് ഇറങ്ങിപ്പോകുന്നു. അമ്മ പറയുന്നു, നീ എത്രയും പെട്ടെന്ന് റെഡിയായി ഓഫീസിലേക്ക് പോകാൻ പറയുന്നു. അച്ഛൻ പറയുന്നു, എടാ എന്നും രാവിലെ കൃത്യമായിട്ട് എണീച്ച് ജോലിക്ക് പോയാലേ നിനക്ക് പുതിയ ഐഡിയകളുണ്ടാകൂ, രാവിലെ എണീക്കുന്നവർക്ക് ജീവിതത്തിൽ വിജയം സുനിശ്ചിതമാണെന്ന് പറയുന്നു എന്ന് പറഞ്ഞിട്ട് ശ്രുതി പോകാനായിട്ട് പോകുമ്പോൾ അമ്മ പറയുന്നടാ കുളിച്ച് റെഡിയായി പോടാ എന്ന് പറഞ്ഞ് അകത്തേക്ക് പോകുന്നു. അത് കഴിയുമ്പോൾ അടുക്കളയിൽ രേവതി കറി വെച്ചുകൊണ്ടിരിക്കുമ്പോൾ അമ്മ പുറകെ വന്ന് ചോദിക്കുന്നു, രേവതി നീ എന്താ ഇവിടെ ചെയ്യുന്നേ? അപ്പോൾ രേവതി തമാശ രൂപേണ മറുപടി പറയുന്നു, ഞാനിവിടെ തലകുത്തി മറിയാണ്. അപ്പോൾ അമ്മ ചോദിക്കുന്നു, നീ എന്നെ കളിയാക്കുകയാണ്, ഞാൻ എന്ത് ചോദിച്ചാലും അതിന് മര്യാദയ്ക്ക് ഉത്തരം പറഞ്ഞോളണം എന്ന് പറഞ്ഞ് രേവതിയെ വരട്ടുന്നു. അമ്മ രേവതിയോട് പറയുന്നു, എത്രയും പെട്ടെന്ന് ചിക്കൻ കറിയും മട്ടൻ കറിയും എല്ലാം ഉണ്ടാക്കുക. എന്നിട്ട് അപ്പോൾ രേവതി ചോദിക്കുന്നു, ഇതാർക്കാമേ ഇത്രയും കറി? വിരുന്നുകാരും എല്ലാം വരുന്നുണ്ട്. വിരുന്നുകാരൊന്നും വരുന്നില്ല, ഇത് ശ്രുതിക്ക് ഓഫീസിലേക്ക് കൊടുത്തു വിടാനാണ് എന്ന് പറയുന്നു. അപ്പോൾ രേവതി പറയുന്നു, പറ്റില്ല എന്ന് പറയുന്നു. ശ്രുതിക്ക് വേണ്ടി ഒന്നും ഉണ്ടാക്കരുതെന്ന് എൻ്റെ ഭർത്താവ് എന്നോട് പറഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നു. അപ്പോൾ അമ്മ പറയുന്നു, നിനക്ക് ഇന്നലെ റൂമിൽ കിടക്കാൻ പറ്റാത്തതിൻ്റെ ദേഷ്യമല്ലേടി, അവനുമായിട്ട് ഒരുമിച്ച് കിടക്കാൻ പറ്റാത്തതിൻ്റെ ദേഷ്യമല്ലേടി എന്ന് പറയുന്നു. അപ്പോൾ രേവതിക്ക് അത് വളരെ ദേഷ്യമുണ്ടാക്കുന്നു. രേവതി പറയുന്നു, ഇത് വേറെ ആരെങ്കിലുമാണ് എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നെങ്കിൽ ഈ തിളച്ച കറി ഞാൻ അവരെ തലയിൽ കൂടെ ഒഴിച്ചേനെ എന്ന് പറയുന്നു. അമ്മയായതുകൊണ്ട് മാത്രം സച്ചിയേട്ടനെ പ്രസവിച്ചു എന്നുള്ള ഒരൊറ്റ കാരണത്താൽ നിങ്ങളെ ഞാൻ വെറുതെ വിടുന്നു എന്ന് പറയുന്നു. അപ്പോൾ അമ്മ വീണ്ടും പറയുന്നു, നീ തന്നെ എത്രയും പെട്ടെന്ന് അവർക്കുള്ള ഭക്ഷണം ഉണ്ടാക്കണം. അപ്പോൾ രേവതി പറയുന്നു, അമ്മയ്ക്ക് എന്താ പറഞ്ഞാൽ മനസ്സിലാവില്ലേ? അയാൾക്ക് വേണ്ടിയുള്ള ഒരു ഭക്ഷണവും ഞാൻ ഉണ്ടാക്കില്ല, വേണമെങ്കിൽ അമ്മ തന്നെ ഉണ്ടാക്കുക, അല്ലെങ്കിൽ അയാളുടെ ഭാര്യ ശ്രുതിയെ വിളിച്ച് ഉണ്ടാക്കി കൊടുക്കുക എന്ന് പറയുന്നു. അപ്പോൾ പറഞ്ഞു, നീ തന്നെ ഉണ്ടാക്കണം എന്ന് പറയുന്നു. അപ്പോൾ രേവതി നിർത്ത് എന്ന് അമ്മയോട് സ്ട്രിക്റ്റായിട്ട് പറയുന്നു. എന്നിട്ട് ദേഷ്യത്തോടെ പറയുന്നു, ഇതിനെല്ലാം അമ്മ പറഞ്ഞതെല്ലാം ഞാൻ മറന്നിട്ടില്ല, ഒരിക്കലും എൻ്റെ മനസ്സിൽ നിന്ന് പോവുകയില്ല, ഇതിനുള്ള എല്ലാ മറുപടിയും ഒരാൾ ഒരു ദിവസം തരും എന്ന് പറഞ്ഞിട്ട് രേവതി ദേഷ്യത്തോടെ പുറത്തേക്ക് ഇറങ്ങിപ്പോകുന്നു.
ചന്ദ്രമതി എന്ത് ചെയ്യണമെന്നറിയാതെ രേവതിയെ നോക്കി നിൽക്കുന്നു. അതിനുശേഷം കാണിക്കുന്ന സീനിൽ സച്ചി കാറിനടുത്ത് നിൽക്കുമ്പോൾ പുറത്തു നിന്ന് AC-യുമായി ഒരു വണ്ടി വരുന്നുണ്ട്. അതിൽ നിന്ന് ഡെലിവറി ബോയ് ഇറങ്ങി സച്ചിയോട് പറയുന്നു, ഈ വീട്ടിലേക്ക് കൊണ്ടുവന്നതാണെന്ന് പറയുന്നു. അപ്പോൾ സച്ചി പറയുന്നു, നിങ്ങൾക്ക് അഡ്രസ്സ് മാറിപ്പോയതാണെന്ന് പറയുന്നു. അപ്പോൾ സച്ചി പറയുന്നു, ഇത് രവീന്ദ്രൻ എന്ന് പറയുന്ന ആളുടെ വീടല്ലേ, ആ പുള്ളിക്ക് കൊടുക്കാനായി വർഷയുടെ അമ്മ തന്നു വിട്ടതാണെന്ന് പറയുന്നു. അപ്പോൾ പറയുന്നു, അവരെ തന്നെ വിളിച്ച് അവരെ വീട്ടിൽ തന്നെ തിരിച്ചു കൊണ്ട് ഏൽപ്പിച്ചേക്കൂ എന്ന് പറയുന്നു. അപ്പോൾ ഡെലിവറി ബോയ് എന്ന് പറയും, ഇല്ല സാറ് തന്നെ എങ്കിൽ അവരെ ഒന്ന് വിളിച്ച് പറയാൻ പറയുന്നു. അങ്ങനെ സച്ചി ഡെലിവറി ബോയുടെ കയ്യിൽ നിന്ന് വർഷയുടെ അമ്മയുടെ നമ്പർ മേടിച്ചിട്ട് പറയുന്നു, നിങ്ങൾക്ക് കിട്ടിയതൊന്നും പോരെ, നല്ലതുപോലെ കുടുംബം നടന്നു പോകുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഭർത്താവിനും അതിൻ്റെ ചൊറിച്ചിലുണ്ട്, അതുകൊണ്ടാണ് നിങ്ങളിപ്പോൾ ഈ പരിപാടി കാണിക്കുന്നതെന്ന് പറയുന്നു. അപ്പോൾ വർഷയുടെ അമ്മ പറയുന്നു, അതൊന്നും അല്ല സച്ചി, ഇത് അവിടെ ഹാളിൽ വന്നപ്പോൾ ഭയങ്കര ചൂടായതുകൊണ്ടാണ് ഞാൻ കൊടുത്തു വിടുന്നതെന്ന് പറയുന്നു. അപ്പോൾ സച്ചി പറയുന്നു, ഞങ്ങളിവിടെ അച്ഛനും 3 ആൺമക്കളാണ്, ഞങ്ങളെ വീട്ടിൽ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങൾ തന്നെ മേടിച്ചോളാം, അല്ലാതെ നിങ്ങൾ കൊടുത്തു വിടണ്ട. നിങ്ങളെ ഭർത്താവ് എന്തിനാണ് ഇത് കൊടുത്തു വിട്ടതെന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം, നിങ്ങളെ ഭർത്താവിന് കിട്ടിയതൊന്നും പോരെ എന്ന് സച്ചി ചോദിക്കുന്നു. ഇനി ഇതുപോലുള്ള ഒരെണ്ണവും ആവർത്തിക്കരുത്, ഇനി ഇതുപോലെ ആവർത്തിച്ചാൽ ഞാൻ ഒരു വര കൂടെ അങ്ങോട്ട് വരും എന്ന് പറയുന്നു. അത് കേട്ട് വർഷയുടെ അമ്മ ഞെട്ടുന്നു. എന്നിട്ട് ഫോൺ കട്ട് ചെയ്ത് ഡെലിവറി ബോയ് എടുത്ത് പറയുന്നു, നീ വണ്ടി എടുത്തുകൊണ്ട് പോയിക്കോ എന്ന് പറയുന്നു. അപ്പോൾ ഡെലിവറി ബോയ് പറയുന്നു, സാർ അത് അവരെ എൻ്റെ അടുത്ത് പറഞ്ഞില്ല എന്ന് പറയുന്നു. രവീന്ദ്രൻ സാറിനെ ഒന്ന് വിളിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ സച്ചി പറയുന്നു, രവീന്ദ്രൻ സാറിൻ്റെ മകനാണ് ഞാൻ, നീ എത്രയും പെട്ടെന്ന് വണ്ടി എടുത്തുകൊണ്ട് ഇവിടെ നിന്ന് പോകാൻ സച്ചി പറയുന്നു. അങ്ങനെ ഡെലിവറി ബോയ് തിരിച്ച് വണ്ടിയിലേക്ക് കയറുന്നു. അതിനുശേഷം വർഷയുടെ അമ്മയെ കാണിക്കുമ്പോൾ വർഷയുടെ അമ്മ മനസ്സിൽ പ്ലാൻ ചെയ്യുന്നു, ഈ AC തിരിച്ച് സുധിയുടെ കടയിൽ കൊണ്ട് കൊടുക്കണം, എന്നിട്ട് പൈസ തിരിച്ച് വാങ്ങിക്കണം. ആദ്യം വിറ്റ സാധനം തന്നെ തിരിച്ച് വരുമ്പോൾ സുധിക്ക് വിഷമമാവും. അങ്ങനെ സുധി സച്ചിയുടെ അടുത്ത് ചെന്ന് പ്രശ്നമുണ്ടാക്കും. ആദ്യം വിറ്റ സാധനം സച്ചി കാരണം തിരിച്ചു വന്നതെന്ന് പറഞ്ഞ് അങ്ങനെ ആ വീട്ടിൽ വഴക്കും പ്രശ്നങ്ങളുമാകുമ്പോൾ അവിടെ സ്വസ്ഥമായി താമസിക്കാൻ കഴിയാതെ വർഷയും ശ്രീകാന്തും തിരിച്ച് ഇങ്ങോട്ട് തന്നെ വരും എന്ന് പറഞ്ഞ് പ്ലാൻ ചെയ്യുന്നു. അതിനുശേഷം അവർ സുധിയുടെ ഷോപ്പിലേക്ക് പോകുന്നു. സുധിയുടെ ഷോപ്പിൽ ചെല്ലുമ്പോൾ വർഷയും സുധിയും എന്തോ പറഞ്ഞ് ചിരിച്ചുകൊണ്ട് നിൽക്കുന്നു. അപ്പോൾ വർഷയുടെ അമ്മ അവിടെ ചെന്ന് സുധി എന്ന് വിളിക്കുന്നു. അങ്ങനെ സുധി തിരിഞ്ഞു നോക്കി ആ ആൻറ്റി എന്ന് പറയുന്നിടത്ത് എപ്പിസോഡ് അവസാനിക്കുന്നു.